തിറമ്പിലെ കൊമ്പുകളിൽ തത്തമ്മേ കിളിത്തത്തമ്മേ ഇല്ലാ കഥ ചൊല്ലാതെടിയോലവാലി 55 56 57 കമ്പക്കെട്ട് 58 59 60 60 അല്ലല്ലോ 60 വരത്തില്ല, എന്തായാലും 60 വരത്തില്ല. അയ്യോ നേരെ 10 രജനി എന്തോ ചായ ചായ ചായ. ഞാനിവിടെ കുഞ്ഞിന് പൊതി കെട്ടിക്കൊണ്ടിരിക്കുവാ. പൊതി കെട്ടാണോ? അയ്യോ പെട്ടെന്ന് എനിക്കൂടെ കെട്ടിക്കോ. ആഹാ വല്ല നിർബന്ധം കേട്ടോ. എന്താ നിർബന്ധമാണോ നീ പറയുന്നത്? അപ്പൊ എനിക്കിവിടെ 100 വട്ടം പണിയാണ്. നിനക്കറിയാമല്ലോ ആ കാര്യം അറിയാമെന്നല്ലേ എന്നും എന്നെ കൊണ്ട് വഴക്കുണ്ടാക്കിക്കുന്നത്. എന്തിനാടി എന്തിനാ നീ കരയുന്നേ? ഞാൻ ഉള്ളി അരിഞ്ഞോണ്ടിരിക്കുവായിരുന്നു അവിടെ. നീ ഉള്ളി അരിഞ്ഞാലും വെളിയിൽ ഇറങ്ങിയിരുന്ന് അരിഞ്ഞാലും പറയാനുള്ളത് ഞാൻ പറയും. പക്ഷേ ഞാൻ സവാള ഉള്ളി അരിഞ്ഞോണ്ടിരിക്കുവായിരുന്നു. കരയുമല്ലായിരുന്നു? അല്ല കരഞ്ഞു. ജീവിതത്തിൽ ഞാൻ കരയത്തില്ല. നീ ഇവിടെ ഉള്ളി അരിഞ്ഞിരുന്നോ? നീ ലോകത്ത് നടക്കുന്ന സംഭവം എല്ലാം അറിഞ്ഞോ? കടലിൽ ഒരു കപ്പൽ മുങ്ങി. അപ്പൊ കണ്ടോന്റെ എല്ലാം തീരെ തടിയുവാ. കണ്ടോന്റെ അല്ല കണ്ടെയ്നർ അടിഞ്ഞു കിടക്കുക. നിങ്ങൾ എന്തുവാ മനുഷ്യ ഇങ്ങനെ? നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലല്ലോ ഇവിടെ. അതങ്ങ് പോട്ടെ. ഈ കപ്പൽ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടോ? എന്തിന്? പിന്നെന്തിനാ അത് മുങ്ങിയത്? ഞാൻ എന്തോലും വിളിച്ചു പറയും. നിങ്ങൾ ഈ പണിക്ക് പോകാതിരുന്ന് എന്റെ കുഞ്ഞുങ്ങളെ കാര്യം എങ്ങനെ നോക്കും? ഈ ടെൻഷൻ അടിക്കണ്ട. ടെൻഷൻ അടിക്കും ഞാൻ. എടി നിന്നെക്കാട്ടി ടെൻഷൻ അനുഭവിക്കുക ഞാൻ. അറിയാവോ എന്തിനാണോ? എടി 6 വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനാ ഞാൻ. അറിയാവോ? എടി 12-1 മണിയാകും ഞാൻ ഇവർക്ക് ഗുഡ് നൈറ്റ് ഇട്ടിട്ട് ഒന്ന് കിടക്കുമ്പോ നീ പിന്നെ വെളുപ്പിനെ തുടങ്ങണം ഗുഡ് മോർണിംഗ്. ആരടിക്കും? എന്നെ കൊണ്ട് ഒന്നും പറയിപ്പിക്കരുത്. വേണ്ട ചെറുക്കന്റെ സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചു. എന്നിട്ട് സ്കൂളിൽ ടൂറി വെച്ചേക്കോ വന്ന. എന്റെ ദൈവമേ, അത് നീ ശ്രദ്ധിക്കണം. നിന്റെ ഉത്തരവാദിത്തം. രാവിലെ അവൻ എഴുന്നേറ്റാൽ അവനെ കക്കൂച്ചി കൊണ്ട് കാര്യങ്ങൾ ചെയ്ത് വിടേണ്ടത് നീയാ. എന്റെ മനുഷ്യ അതാണെന്ന് പറഞ്ഞേ. ടൂർ വെച്ചിരിക്കുക പിള്ളേർക്കെല്ലാം കൂടെ. അവിടെ പോകാൻ പൈസ ഉണ്ടോ കൊടുക്കാൻ? ടൂറോ? അത് പറയണ്ടേ. പൈസ എങ്ങനെ ഉണ്ടാകും? എനിക്ക് പണിക്ക് പോകാൻ പറ്റുമോ? ഞാനുണ്ടല്ലോ നിങ്ങളുടെ കൂടെ ഉള്ള ജീവിതം അടുത്ത് ഇനിയും ജീവിക്കുന്നില്ല നിങ്ങളുടെ കൂടെ. നീ അങ്ങനെ വാശി പിടിക്കരുത്. നീ ഇപ്പൊ എവിടെ പോവാ? തൊഴിലുറപ്പിന് വേണ്ടേ? അങ്ങനെ 6 സ്കെച്ച് കൂടെ മേടിച്ചോണ്ട് വരണം. കളർ അടിച്ച് മാറ്റാനുണ്ട്. എല്ലാം കൂടെ ഞാൻ തലിച്ചു പറക്കി ഞാൻ കളയും. ഞാൻ ഇന്നലെ 12 മണിക്ക് ഞാൻ ഇവിടെ നിന്ന് വിയർത്ത്. നീ അറിഞ്ഞോ? എന്തിന്? മോട്ടുമൊയിലിന് വഴി കാണിച്ചു കൊടുത്താ. ഇപ്പോഴും ആ വഴി ബ്ലോക്കാ. ഇപ്പോഴും മനസ്സിലായി? അത് ക്ലിയർ ആയിട്ടില്ല. മനുഷ്യ നിങ്ങൾ എന്തിനിങ്ങനെ മോട്ടുമൊയിലിനൊക്കെ ഇത് കാണിച്ചോണ്ട് നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും ഒരു പണിക്ക് പോകരുത്. മിണ്ടായി ഫോണടിക്കുന്നു. ചുമ്മാ കിടന്ന് അലക്കാതെ. ഇല്ല ചുമ്മാ കിടന്ന് അലക്കായിരുന്നു. ഇപ്പൊ ഓടുന്നു. സുരേന്ദ്ര എന്തോടാ പറ. അയ്യോ നീ അക്ഷയ പോയ പേപ്പറൊക്കെ ശരിയായോ? എടാ നീ അക്ഷയ പറഞ്ഞ് എനിക്കൊരു ഉപകാരം ചെയ്യണേ. അങ്ങേപ്പുറത്തുനിന്ന് 2-3 പിള്ളേർ കളർ അടിക്കുന്ന ബുക്കിൽ ആരോട് മേടിച്ചോണ്ട് പോരും കേട്ടോ. എങ്ങനെ പോടാ? എനിക്ക് വയ്യ. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് എന്തെങ്കിലും പറ്റിയോ? എടി അതല്ല, പിന്നെ കാട്ടിലെ കണ്ണൻ തുടങ്ങിയിട്ട് 2ാം ഭാഗം തുടങ്ങി. 1/2 മണിക്കൂറായി. മനസ്സിലായോ? ഞാൻ വിളിച്ചു പറഞ്ഞാൽ കൂടി പോകും. ഇനി നിങ്ങളുടെ കൂടെ ജീവിക്കുന്നില്ല. എനിക്കും എന്റെ കുഞ്ഞിനും എങ്ങനെങ്കിലും കണ്ടോ ആരാണ്ട് കയറി വരുന്നുണ്ട്. എന്റെ ദൈവമേ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ കിടന്ന് അലമ്പുണ്ടാക്കരുതെന്ന്. അത് 1-2 പ്രാവശ്യമല്ല. പാലാരിവട്ടം എന്നോട് ഞാൻ പറഞ്ഞു ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കരുത്. ഓമനക്കുട്ടനെ വരുന്ന ഓമനക്കുട്ടനെ കേൾക്കണം. ഇത് എന്റെ പൊന്നണ്ണാ ചേച്ചി, റോഡിൽ നിന്ന് കേൾക്കാം നിങ്ങൾ ഈ വാ. എന്താ വായ ഇത്? സത്യം പറഞ്ഞ നിങ്ങളുടെ ബന്ധുക്കാരാന്ന് പറയാൻ എനിക്ക് നാണക്കേടാ. സത്യം പറഞ്ഞ എന്റെ ഓമനക്കുട്ട, ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ ഭർത്താവല്ലേ ഞാന് കല്യാണം കഴിച്ചോട്ട് വന്ന പണിക്ക് പോകണ്ടായോ? എന്റെ ഓമനക്കുട്ട എങ്ങനെ ജീവിക്കും? എന്റെ ഓമനക്കുട്ടന്റെ വീട്ടിലാണെങ്കിൽ ഭാര്യ എങ്ങനെയാ നോക്കുന്നത്? എന്റെ ഓമനക്കുട്ട അവിടെ ഓമനക്കുട്ട അങ്ങനെ ഇത്ര നേരം അവിടെ പറഞ്ഞേ. അപ്പൊ അവിടെ ഓമനക്കുട്ട, നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് പണിക്ക് പോകാൻ പറ്റത്തില്ല. അത് എന്താ ഗുരുവണ്ണാണ്? ഞാൻ പണിക്ക് പോയിക്കൂടെ? എന്നോട് ഡോക്ടർ പറഞ്ഞ് റെസ്റ്റ് എടുക്കണമെന്ന്. എന്തുവാന്നറിയാമോ? 17 വർഷങ്ങൾക്ക് മുമ്പ് മലമ്പനി വന്നു. മലമ്പനിയോ? അന്ന് ആ ഡോക്ടർ പറഞ്ഞ എന്തുവന്നറിയാമോ? റെസ്റ്റ് എടുക്കണമെന്ന്. അതിന് റെസ്റ്റ് എടുത്തോണ്ടിരിക്കുക 17 വർഷമായിട്ട്. ഇത് വേറെ ഏതെങ്കിലും ഡോക്ടറെ പോയി കണ്ടിട്ട് ഇറങ്ങി പണിക്ക് പോകാൻ നോക്കണ്ട. എടാ ഈ ഡോക്ടർ പറയണ്ടേ? അത് ഞാൻ റെസ്റ്റ് എടുക്കണ്ട മതിയെന്ന് പറയണ്ടേ? അതെന്തുവാന്ന് ചോദിക്കട്ടെ. ആ ഡോക്ടർ ഇല്ലയോ എന്റെ ഓമനക്കുട്ട മരിച്ചുപോയി. അതെന്റെ കുഴപ്പമാണോ? വേറെ ഡോക്ടറും പോയി കാണ്. അതെനിക്ക് വിശ്വാസം പോരാ. വ്യാജ ഡോക്ടറുള്ള കാലവാ. മനസ്സിലായോ? 1-2 അല്ലെങ്കിൽ പിന്നെ ഈ ഡോക്ടർ മരിക്കുന്നതിന് മുമ്പ് അപ്പൊ ആ ഡോക്ടറെ പറഞ്ഞേൽപ്പിക്കണം. അസുഖം വരുന്നുണ്ട്, അവന്റെ കാര്യം ഒന്ന് നോക്കിക്കോണേ എന്നൊന്ന് പറഞ്ഞു. അതുമില്ല.
അത് സത്യം പറഞ്ഞു വെക്കണ്ടേ അങ്ങനെ പറഞ്ഞു വെക്കണ്ട, ഇതൊക്കെ കള്ളത്തരം. പണിക്ക് പോകാതിരിക്കാനുള്ള കള്ളത്തരം. ഞാൻ ഈ നിങ്ങളുടെ ഈ വഴക്കിന്റെ ഇടയ്ക്ക് വന്ന് കയറിയെന്ന് ഞാനിപ്പോ വന്ന കാര്യം ഞാൻ പറയട്ടെ. നമ്മുടെ അപ്പച്ചിയുടെ ഒരാണ്ട് അത് പറയാനാ ഞാൻ വന്നത്. അയ്യോ എനിക്ക് വയ്യ. അയ്യോ, നമ്മുടെ വടക്കേലെ അപ്പച്ചില്ലയോ? ആ ഇവിടെ അത് 1 വർഷമായോ മരിച്ചിട്ട്? 1 വർഷമായി ചേച്ചി. സത്യം പറയാൻ അറിയുന്നത് ഇന്നലെ മരിച്ചു. ഇന്നലെ മരിച്ചതുപോലെ ആണോ? ആദ്യത്തെ സന്തോഷത്തോടാണ് പറയുന്നത്. ഞാൻ അവിടെ ഫോട്ടോ വെച്ചിട്ടില്ലടോ ഭിത്തിയില്. കഴിഞ്ഞ ദിവസം ഞാൻ ഫോട്ടോ ഇന്നലെ എടുത്ത ഫോട്ടോ പോലെ ചിരിച്ചോണ്ട്. അത് ഭക്ഷണം ആരാ അതാ ഞാൻ ദാസപ്പന് കൊടുത്ത്. ദാസപ്പന്റെ ആഹാരം കൊള്ളത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യ്, എന്റെ അമ്മാവനെ വിളിക്കേ. അതിലും വേദം ബ്ലഡും പഴവാ. ഞാൻ പോയി നിനക്ക് ചായ എടുത്തോണ്ട് വരാം. പോ മരിച്ച പോ. ഭയങ്കര സാധനമാ. 5 പൈസ വിട്ട് കളിക്കത്തില്ല ഇവള്. നമുക്ക് ഒരു ഉപകാരം പോലും ഇവള് ചെയ്യത്തില്ല. എന്റെ കുറ്റം പറയുന്നത് എനിക്ക് ഇവിടെ ഇല്ല, കേൾക്കാം. കണ്ടോ എന്തോ പറഞ്ഞാലും കേൾക്കാം. പാമ്പിന്റെ ചെവിയാ. പാമ്പിന് ചെവിയുണ്ടോ? ഞാൻ പിടിച്ചു നോക്കിയിട്ടില്ല. ഞാനത് പറഞ്ഞത് എന്തിനാ? ഓ ഞാൻ ചുമ്മാ ചെവിപ്പാമ്പൊക്കെ ഉണ്ടല്ലോ. ഓമനെ കിട്ടോ? മധുരം വേണോടാ? മധുരം വേണമടി. നിങ്ങൾക്കില്ല. ഇവിടെ നമുക്ക് തൊള്ളി വെള്ളമില്ല. ഷുഗർ ഉണ്ടോ? ഷുഗർ അത് എനിക്ക് സ്വന്തമായിട്ട് അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ സമ്പാദിച്ചതാ ഈ വീട്ടിൽ. എടാ ഇതൊക്കെ അനലുവേ. നീ കഴിഞ്ഞ ദിവസം ഞാൻ ഈ പമ്പയ്ക്ക് ഒരു ഓട്ടം പോയപ്പോ നിന്റെ പെണ്ണുമ്പിള്ള നിലക്കെ നിൽക്കുന്ന കണ്ടായിരുന്നാ? കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ വന്നപ്പോ എന്റെ അച്ഛൻ പറഞ്ഞു പെണ്ണുമ്പിളക്ക് ചെലവിന് കൊടുത്താൽ മാത്രം പോരാ, നിലയ്ക്ക് നിർത്തണമെന്ന്. അപ്പോഴേ ഞാൻ പമ്പ പത്തി കെട്ടിക്കൊണ്ട് നിലയ്ക്ക് നിർത്തി. അവിടെങ്കിലും കിടന്ന് നന്നാട്ടെണ്ണ. എടാ മരമണ്ണ അതാണാ പറഞ്ഞേ. എടാ നിന്റെ അച്ഛൻ പറഞ്ഞത് ചെലവിന് കൊടുത്താ പോരാ, അവളെ വരച്ച വരെ നിർത്തണമെന്ന്. അതായത് ഇവൾ എന്നെ നിർത്തിയേക്കുന്നതാണ്. അതുപോലെ നിർത്തണം ഞാൻ പറഞ്ഞത്. ഓമനക്കുട്ട ആരെ വരച്ച വരെ നിർത്തുന്ന കാര്യമാ പറഞ്ഞു? ചേച്ചി വരച്ച വരെ നിർത്തണമെന്ന്. അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? എങ്ങനെയാ നിങ്ങൾ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് എന്തോന്നറിയാവോ? ഓമനക്കുട്ട ഞാൻ പറഞ്ഞത് എന്തോ. നിങ്ങളുടെ വീട്ടുകാർ ആദ്യം മനസ്സിലാക്കണമായിരുന്നു. എന്താ വീട്ടുകാർ പറയണമായിരുന്നു? നിങ്ങളുടെ വീട്ടുകാരുടെ കുറെ കാര്യങ്ങൾ പറഞ്ഞ ചായ കുടി. അങ്ങനല്ല അങ്ങനല്ല ഓമനക്കുട്ട. ഞാൻ പറയുന്ന ഇവള് ഇപ്പൊ പറയുന്ന പറഞ്ഞു വിശ്വസിക്കരുത്. ഇത് പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യമായി ഞാൻ പറയുന്നത്. ആര് പറഞ്ഞു? അങ്ങനല്ല അങ്ങനല്ല ഓമനക്കുട്ട. ഞാൻ പറയാം നീ ഇത് പിടിച്ചേ. നിങ്ങൾ കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട. നിന്റെ കയ്യിലിരിക്കുള്ളൂ. സമയം ചോടി 10 മണിയാവുന്നു. 10 മണിയാവും. ഓമനക്കുട്ട നേരത്തെ കിടന്നല്ലോ. എന്തോടാ ഓമനക്കുട്ട? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്നെ ഇട്ട് പൊട്ടം കളിപ്പിക്കുന്നത്. ചായ തരണീ ചായ താ, മുറുക്ക് തരണീ മുറുക്കതാ. നീ ചായ കിട്ടിയില്ലോടാ? ചായ തന്നില്ല. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്നെ കാര്യങ്ങൾ നോക്കട്ടെ, എന്റെ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കട്ടെ. നിനക്ക് ഇങ്ങനെ കുറിച്ച് എന്തോ ഞാൻ ആരാ തെറ്റുകാരൻ? ചേച്ചിയെ തെറ്റുകാരി. എന്നാ ഇത് കൂച്ചട്ടാ നീ. നിനക്ക് മനസ്സിലായോ? എടാ ഇവള് പറയുന്നതിനകത്തോ ഞാൻ പറയുന്നതിനകത്തോ ന്യായം? ചേച്ചി പറഞ്ഞില്ലേ ന്യായം? അച്ഛപ്പ നീ കേട്ടണ്ട. ഇവിടെ പട്ടിണിയായ സമയത്ത് എന്റെ അച്ഛൻ ഒരു ദിവസം ഇവിടെ വന്നു. ഈ മനുഷ്യനെ ആട്ടി ഇറക്കി വിട്ടങ്ങനെ. അത് ചെയ്ത പണ്ട പരിപാടി അല്ലയോ? ചേച്ചിയുടെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞ അണ്ണന്റെ അച്ഛനും അമ്മ അല്ലയോ? എടാ ഇവിടെ അച്ഛൻ ഇവിടെ വന്നു ഒരു ദിവസം ഇറങ്ങി, എനിക്ക് സന്തോഷമായി. പക്ഷെ ഇവിടെ അച്ഛൻ കാണിച്ചെന്ന് പറയോ, എന്റെ കറുത്ത സ്കെച്ച് മൊത്തം അടിച്ചു തീർത്തു. അത് സൂര്യഗ്രഹണത്തിന്റെ സൂര്യനില്ലേ, അത് വരച്ചതാ അച്ഛൻ. ആ പാവപ്പെട്ട മനുഷ്യനെ പിടിച്ചിറക്കി വിട്ടത്. താൻ പിടിച്ചോ? ചുമന്ന സ്കെച്ചിന്റെ അടപ്പും കളഞ്ഞു. പ്രശ്നം ഉണ്ടാക്കുന്നത് അതൊക്കെ പിന്നെ പ്രശ്നമല്ലയോ? എനിക്കിതെല്ലാം പ്രശ്നമാ. എന്തായാലും ഞാൻ പേപ്പർ കൊടുക്കും. പേപ്പർ കൊടുക്കണമുള്ള ഇവിടെ എന്റെ മാസിക വല്ല കളർ അടിക്കുന്ന ബുക്ക് വല്ലതും കൊടുക്കാമെങ്കിൽ. അതല്ല, പോലീസ് സ്റ്റേഷൻ ഞാൻ പേപ്പർ കൊടുക്കുമെന്ന്. നീ കൊണ്ട് കൊടുക്കുവോ? കൊടുക്കുന്ന എനിക്കൊന്ന് കാണണമല്ലോ. എന്റെ പൊന്നെ ചേട്ടാ ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ ഇവിടെ വഴക്കുണ്ടായിരുന്നു, നീ എവിടെ ആയിരുന്നു? ഇന്നലെയോ? ഞാൻ എന്നും വഴക്കൊണ്ട് ഇവിടെ വന്ന് കയറാൻ പറ്റുമോ? അതൊക്കെ ചോദിച്ചോണ്ട് ഞാൻ പറയാം. ഇന്നലെ ഞാൻ മീൻ പിടിക്കാൻ പോയതാ. ചേച്ചി ഞാൻ ഒരു കാര്യം പറയാം. എന്തുവാ? നല്ലൊരു ഭർത്താവാ, വെള്ളം അടിക്കത്തില്ല, വലിയില്ല, ഒന്നുമില്ല. അപ്പൊ ലോട്ടറി അടിച്ചോണ്ട് കൂട്ടി ഭർത്താവിനില്ലേ ചേച്ചിക്ക് കിട്ടിയത്? ആന്നോടോ ഓമനക്കുട്ട? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഓമനക്കുട്ട, നീ ഒരു ലോട്ടറി എടുത്തു അടിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഞാൻ ചുട്ടി കൂട്ടി കളയും. ഈ അടിക്കാത്ത ലോട്ടറി ഞാൻ ചുട്ടി കൂട്ടി കളയും. ഞാൻ സപ്പോർട്ട് ചെയ്യാനുള്ളതൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യും. എന്തൊക്കെ ജോലി ഇല്ലല്ലോ എങ്ങനെയും വളർത്തുവന്നു ഇവള് പറഞ്ഞത്. അതെങ്ങനെ വളർത്തുന്ന? കിഡ്നി കൊടുത്തിട്ടായാലും ഞാൻ എന്റെ പിള്ളേരെ വളർത്തും. കണ്ടോ ആ ചേച്ചിയുടെ സ്നേഹം കണ്ടോ? കിഡ്നി കൊടുത്തിട്ടായാലും പിള്ളേരെ വളർത്തുന്നു. പുണ്യം ചെയ്യണം, പുണ്യം. എടാ മരമണ്ണേ, അവളോട് ചോദിച്ച ആരെ കിഡ്നിയാന്ന്? ആരെ കിഡ്നി ചേച്ചി? ആരുടെ കിഡ്നി? മനസ്സിലായോ? പിള്ളേരെ വളർത്തണ്ടോ? ഞാൻ എന്ത് ചെയ്യും? അവള് പറയുന്നത് കിട്ടുന്ന വില മതിയെന്ന്. വിലയും കിട്ടത്തില്ല ആ സാധനത്തിന്. വെറുതെ കൊണ്ട് നടക്കാവുന്നേ ഉള്ളൂ. എനിക്ക് വയ്യ, ഞാൻ മടുത്തു, ജീവിക്കുന്നില്ല ഞാൻ. എന്ത് വിലയും ചെയ്യും. ഇപ്പം വേറെ ഒരു സംഭവം തുടങ്ങി. എന്നെ സംശയം. സംശയം പറയും. ഞാൻ എല്ലാം ഞാൻ വിളിച്ചേ പറയും. ഞാൻ ഓമനക്കുട്ടി വന്നേ. നീ അടിക്ക്, ഞാൻ 2 ബുക്ക് കൂടെ അടിച്ചു മാറ്റാം. എന്റെ ഓമനക്കുട്ടി വന്നേ. എടാ ഇതിന്റെ അകത്ത് രാത്രി 12 മണിയാകുമ്പോൾ നമ്മുടെ ചന്ദ്രൻ അല്ലേ നിങ്ങളെ വീടിന്റെ അപ്പുറത്തെ തെങ്ങേ കയറാൻ പോകുന്നത് ചന്ദ്രൻ രാത്രി 12 മണിയാകുമ്പോൾ വിളിക്കും. 1 മണി വരെ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ കുറച്ചു നേരം 1ഉം 2ഉം പറഞ്ഞ് സംസാരിക്കുക. അത് സംശയം.
അതിനെന്തോ സംശയിക്കാതിരിക്കുന്നത്? ആ എനിക്കറിയത്തില്ല, അത് സംശയമാ. എന്തോ മനുഷ്യൻ. അത് പോട്ടെ. 3 മണിയാകുമ്പോ നമ്മുടെ ബിനു ഇല്ലേ ബേക്കറി പോന്നെ, 3 മണിയാകുമ്പോ വെളുപ്പിനെ 3 മണിയാകുമ്പോ 3 മണിക്കാവും വിളിക്കുന്നേ. അവന്റെ പെണ്ണുമ്പിള്ള ഉറങ്ങണമെങ്കിൽ 3 മണിയാവും. അവന്റെ പെണ്ണുമ്പിള്ളക്ക് ഇവനെ സംശയമുണ്ട്. അതുകൊണ്ട് എന്നിട്ട് ഇവനോട് ഈ ഫോണും കൊണ്ട് ഞാൻ ഇറങ്ങിപ്പോകുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഈ പാവപ്പെട്ട മനുഷ്യൻ കിടന്നുറങ്ങുമ്പം അങ്ങനെ ഉണർത്താതെ പതുങ്ങി ഞാൻ ആ ബാത്റൂമിന്റെ അവിടെ പോയിരുന്ന് ഞാൻ ഫോൺ ചെയ്യും. ചിലപ്പോ അവിടെ പോയി ചെന്നിട്ട് സംസാരിച്ച് അങ്ങ് ഉറങ്ങുകയും ചെയ്യും. നേരെ വെളുത്തായി ഞാൻ വന്ന് എന്നെ വിളിക്കുന്നത്. സംശയം. എന്ത് സംശയിക്കാൻ? സംശയം. അങ്ങനെ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും? അതുകൊണ്ട് എനിക്ക് ഇങ്ങാരുടെ കൂടെ ജീവിക്കേണ്ട, എനിക്ക് ഡിവോഴ്സ് വേണം. എന്തുവാ അവനെ അവളീ പറയുന്നേ? ഇവിടെ ഇരുന്നോണ്ടേ മൂട്ടുമൂലിലും വഴിയും കാണിച്ചോണ്ടിരുന്നു. പേടമാൻ വഴി തെറ്റിക്കൊണ്ടിരിക്കുക. എന്നാ എന്നിക്കളി അറിയണം. ഇവളെ ഞാൻ കുറച്ച് നാളായി എന്റെ കണ്ണു മുമ്പിൽ വെച്ച് അടിക്കും. ഞാൻ പല പ്രാവശ്യം അടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ കണ്ണു മുമ്പിൽ വെച്ച് അടിക്കരുത്. ഞങ്ങോട്ട് കണ്ണടച്ചേക്ക്. ഇനി വേണോടി, ഇനി വേണോ നിനക്ക്? എനിക്ക് കാണാൻ വയ്യ. അണ്ണൻ ഈ ചെയ്ത പ്രവൃത്തി ശരിയല്ല. പെണ്ണുങ്ങളെ അടിക്കുന്നത് നല്ല ശീലമല്ല. നിർത്തിക്കോണേ ഇത് കേട്ടോ. എന്റെ ഓമനക്കുട്ടാ, ഇനി ഞാൻ പറഞ്ഞ നീ ശ്രദ്ധിച്ചു കേൾക്കണം. എന്തുവാ? എല്ലാ ആണുങ്ങൾക്കും ഇതൊരു പാഠമായിരിക്കണം. മനസ്സിലായല്ലോ? മനസ്സിലായി. ഇനിയാണെന്ന് റെസ്റ്റ് ആണോ? ഇനിയുമാണ് റെസ്റ്റ്.